ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയരെ, സമയം സാക്ഷിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചവിട്ട് നാടകം അരങ്ങിലെ പോരാട്ടഗാഥകൾ എന്ന ഒരു സാക്ഷ്യത്തിലേക്കാണ്. ഒരു കാലഘട്ടത്തിലേക്ക് ഒരു പക്ഷേ പലരും മറന്നുപോയതോ അല്ലെങ്കിൽ അറിയാത്തതോ ആയ ഒരു ദൃശ്യ കലാരൂപത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് ഇന്ന് സമയം സാക്ഷി. കേവലം ഒരു കലാരൂപത്തിനപ്പുറം ഒരു ജനവിഭാഗത്തിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ചവിട്ട് നാടകം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് ഒരു ചോദ്യം ഉയർന്നേക്കാം. എന്താണ് ഈ ചവിട്ട് നാടകം? പേര് പോലെ തന്നെ ശക്തമായ കാൽവെപ്പുകൾ അഥവാ ചവിട്ടുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കലാരൂപമാണിത്. നൃത്തം, സംഗീതം, അഭിനയം, ഒപ്പം ആയോധന കലകൾ പോലും സമന്വയിക്കുന്ന ഒരു സങ്കര കല. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ, ഈ കലാരൂപത്തിന് ഒരു സവിശേഷ സ്ഥാനമുണ്ട്. ചവിട്ട് നാടകത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് നമുക്ക് ഏകദേശം 16-ാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. യൂറോപ്പിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ പോർച്ചുഗീസുകാർ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമാണത്. കേവലം കച്ചവടത്തിനപ്പുറം അവരുടെ സംസ്കാരവും വിശേഷിച്ച് ക്രിസ്തീയ വിശ്വാസങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുവാനും അവർക്ക് ചില മാർഗങ്ങൾ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഈ കലാരൂപം കൈവന്നത് എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും. ഒരു യൂറോപ്യൻ സ്വാധീനം എങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു കലാരൂപമായി വളർന്നു? അതിൻ്റെ പിന്നിൽ ചില സവിശേഷമായ സമ്മിശ്രണങ്ങൾ ഉണ്ട്. ഒന്നാമതായി, യൂറോപ്യൻ നാടകവേദിയുടെ സ്വാധീനം. പോർച്ചുഗീസുകാർക്ക് പരിചിതമായ യൂറോപ്യൻ ഓപ്പറയുടെയും ഗ്രീക്ക് ട്രാജഡികളുടെയും ചില ഘടനകളും അവതരണ ശൈലികളും ചവിട്ട് നാടകത്തിൽ നമുക്ക് കാണാം. സംഗീതത്തിനും സംഭാഷണങ്ങൾക്കും നൃത്തത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന ഓപ്പറയുടെ ശൈലി ചവിട്ട് നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനെ കേവലം ഒരു യൂറോപ്യൻ അനുകരണമായി കണക്കാക്കാനുമാവില്ല. നമ്മുടെ തനത് മണ്ണിലെ ചില കലാരൂപങ്ങളുടെ സ്വാധീനവും ഇതിൽ പ്രകടമാണ് എന്ന് സാരം. ഏറ്റവും പ്രധാനം കളരിപ്പയറ്റാണ്. ചവിട്ട് നാടകത്തിലെ ശക്തമായ ചുവടുകൾ, ആയോധനപരമായ നീക്കങ്ങൾ, ശാരീരിക ക്ഷമത എന്നിവയെല്ലാം കേരളത്തിൻ്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. കളരി കെട്ടിയാണ് ചവിട്ട് നാടകത്തിൻ്റെ പരിശീലനം പോലും നടന്നിരുന്നത് എന്നത് ഇതിൻ്റെ ആയോധനപരമായ വേരുകൾക്ക് അടിവരയിടുന്നു. അതോടൊപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില പ്രാദേശിക നാടൻ കലാരൂപങ്ങളുടെ സ്വാധീനവും ഈ കലാരൂപത്തിൽ കലർന്നിട്ടുണ്ടാകാം. അതിൻ്റെ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെ യൂറോപ്യൻ, കേരളീയ, തമിഴ് പാരമ്പര്യങ്ങളുടെ ഒരു സങ്കലനമായിട്ടാണ് ചവിട്ട് നാടകം രൂപപ്പെട്ടത് എന്ന് സാരം. കഥകളിയുടെ ആവിർഭാവത്തിന് ശേഷമാണ് ചവിട്ട് നാടകത്തിന് ഒരു പ്രത്യേക ദൃശ്യ കലാരൂപമെന്ന നിലയിൽ വേരോട്ടമുണ്ടായത് എന്നതും ഈ സമയം നമ്മൾ ഓർക്കണം. ചവിട്ട് നാടകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 1599 നടന്ന ഉദയംപേരൂർ സുനഹദോസിനെ കുറിച്ച് പരാമർശിക്കാതെ പോകുന്നത് അപൂർണമായി പോകും. ഈ സുനഹദോസ് കേരളത്തിലെ മാർത്തോമ നസ്രാണി സഭയുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവം തന്നെയായിരുന്നു. നമുക്കറിയാം, പോർച്ചുഗീസ് മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന ഈ സുനഹദോസ് സിറിയൻ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലേക്ക് കേരളത്തിലെ ക്രൈസ്തവരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു. ഈ മതപരമായ പരിവർത്തനങ്ങൾ കേവലം ആരാധനാക്രമങ്ങളിൽ ഒതുങ്ങിയില്ല, മറിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തി. പോർച്ചുഗീസുകാരുടെ മതപരമായ ആധിപത്യം
പുതിയ കലാസാംസ്കാരിക രൂപങ്ങൾക്ക് ജന്മം നൽകുവാൻ പ്രോത്സാഹനമായി മാറി. തദ്ദേശീയമായ കലാരൂപങ്ങളിലേക്ക് യൂറോപ്യൻ ഘടകങ്ങളെ സമന്വയിപ്പിച്ച് അവരുടെ മതവിശ്വാസങ്ങളും ധാർമ്മിക കഥകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചവിട്ടുനാടകം പോലുള്ള കലാരൂപങ്ങൾ ഒരു ഉപാധിയായി മാറി. ലത്തീൻ ക്രൈസ്തവ സമൂഹത്തെ അവരുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിൽ ചവിട്ടുനാടകത്തിന് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം ലഭിച്ചു. അപ്പോൾ ആരാണ് ഈ കലാരൂപത്തിന് കേരളത്തിൽ ജീവൻ നൽകിയത്? ആർക്കാണ് ഇതിൻ്റെ പ്രസക്തി ലഭിക്കുന്നതിൽ മുഖ്യ പങ്ക്? 16-ാം നൂറ്റാണ്ടിൽ വേദനായകൻ പിള്ളയാണ് ചവിട്ടുനാടകത്തിന് ഒരു രൂപവും ഭാവവും നൽകി ചിട്ടപ്പെടുത്തിയത്. പിന്നീട് ചിന്നത്തമ്പി, അണ്ണാവി പോലുള്ള മറ്റു കലാകാരന്മാരും ഈ കലയെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കൊച്ചി രാജ്യത്തിലെ പോർച്ചുഗീസ് സ്വാധീന മേഖലകളിലാണ് ഇത് കൂടുതൽ പ്രചാരം നേടിയത്. വിശേഷിച്ചും കൊച്ചി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരദേശ പ്രദേശങ്ങളിലാണ് ചവിട്ടുനാടകത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്ക സമൂഹം ഈ കലാരൂപത്തെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചു. അവരുടെ വിശ്വാസങ്ങളെയും യൂറോപ്യൻ വീരഗാഥകളെയും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാധ്യമമായി ചവിട്ടുനാടകം മാറി. ഒരു ചവിട്ടുനാടകം എങ്ങനെയാണ് അരങ്ങേറുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും തുറന്ന വേദികളിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. മരം കൊണ്ടുള്ള പലകകൾ നിരത്തിയാണ് ഇതിൻ്റെ വേദി ഒരുക്കുക. ഈ പലകകളിൽ ചവിട്ടിയാണ് നടന്മാർ താളം സൃഷ്ടിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശക്തമായ കാൽ ചവിട്ടുകൾ അഥവാ ചവിട്ട് ഇതിൻ്റെ മുഖമുദ്രയാണ്. ഓരോ ചവിട്ടിനും ഓരോ താളവും ഈണവും ഉണ്ട്. സംഗീതമാണ് ചവിട്ടുനാടകത്തിൻ്റെ ജീവൻ. നടന്മാർ സ്വയം പാടി അഭിനയിക്കുന്നു. അവരുടെ പാട്ടിന് അകമ്പടിയായി ചെണ്ട, മദ്ദളം, ഇലത്താളം തുടങ്ങിയ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നാടകത്തിന് ഒരു പ്രത്യേക ഊർജവും ആവേശവും നൽകുന്നു. ഇനി ഭാഷയുടെ കാര്യത്തിലേക്ക് വരാം. ചവിട്ടുനാടകത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ചെന്തമിഴിനാണ് വലിയ പ്രാധാന്യമുണ്ടായിരുന്നത്. എന്താണ് ഈ ചെന്തമിഴ് എന്ന് പലർക്കും സംശയമുണ്ടാകാം. സാധാരണ നമ്മൾ ഇന്ന് കേൾക്കുന്ന തമിഴിൽ നിന്നും വ്യത്യസ്തമായി ശുദ്ധമായ പഴയകാല തമിഴ് ഭാഷയെയാണ് ചെന്തമിഴെന്ന് പറയുന്നത്. സംസ്കൃതത്തിൻ്റെ സ്വാധീനം തീരെ കുറഞ്ഞ തനതായ തമിഴ് പദങ്ങളും വ്യാകരണ നിയമങ്ങളും പാലിക്കുന്ന ഭാഷാ ശൈലിയാണ് ചെന്തമിഴ്. പുരാതന തമിഴ് സാഹിത്യത്തിലും കാവ്യങ്ങളിലുമൊക്കെയാണ് ഈ ശൈലി കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിന്നത്തമ്പി, അണ്ണാവിയെ പോലുള്ള ഉപജ്ഞാതാക്കൾ തമിഴ് പശ്ചാത്തലത്തിൽ ആണുണ്ടായിരുന്നത്. ഇതിനൊരു പ്രധാന കാരണമാണത്. പഴയ താളിയോല ഗ്രന്ഥങ്ങളിലും ചുവടികളിലും അഥവാ നാടകത്തിൻ്റെ എഴുതിയ രൂപം ഇതിലൊക്കെ കാണുന്ന പാട്ടുകളും സംഭാഷണങ്ങളും ഏറെയും ഈ ശുദ്ധമായ ചെന്തമിഴ് ശൈലിയിൽ ഉള്ളതായിരുന്നു. പാട്ടുകൾ തമിഴ് സംഗീത സാഹിത്യത്തിലെ ഇസൈ എന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയവയുമായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ കലാരൂപം കേരളത്തിൽ കൂടുതൽ വേരൂന്നിയപ്പോൾ പ്രാദേശിക ഭാഷയായ മലയാളത്തിൻ്റെ സ്വാധീനം സ്വാഭാവികമായും ഇതിൽ കലർന്നു. സംഭാഷണങ്ങളിലും പിന്നീട് പാട്ടുകളിലും പോലും മലയാളം വാക്കുകളും ശൈലികളും കടന്നു വന്നു. അങ്ങനെ ചവിട്ടുനാടകം ഒരു തമിഴ് മലയാളം സങ്കര ഭാഷാ ശൈലിക്ക് ജന്മം നൽകി. ചില പഠനങ്ങൾ പഴയ മലയാള ശൈലികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ആധുനിക കാലത്ത് VJ ജോൺ മാസ്റ്ററെ പോലെയുള്ളവർ കാറൽമാൻ ചരിതം പോലുള്ള നാടകങ്ങൾ മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതോടുകൂടി മലയാളത്തിലുള്ള ചുവടികൾക്ക്
കൂടുതൽ പ്രചാരമായി. എങ്കിലും അതിൻ്റെ തനത് ശൈലിയും താളവും നിലനിർത്താൻ ചെന്തമിഴിൻ്റെ സ്വാധീനത്തെ ഇപ്പോഴും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ചവിട്ട് നാടകങ്ങൾ സാധാരണയായി വീരരസപ്രധാനമായ കഥകളാണ് അവതരിപ്പിക്കാറ്. യൂറോപ്യൻ ചരിത്രത്തിലെ വീരനായകന്മാർ, വിശുദ്ധർ, രാജാക്കന്മാർ എന്നിവരുടെ ജീവിത കഥകൾക്കാണ് പ്രാധാന്യം. ഇതിലേറ്റവും പ്രശസ്തമായത് യൂറോപ്യൻ ചക്രവർത്തിയായ ഷാർലെമെയിൻ്റെ ജീവിതത്തെയും യുദ്ധങ്ങളെയും ആസ്പദമാക്കിയുള്ള കാറൽമാൻ ചരിതം ആണ്. ഇത് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ചവിട്ട് നാടകത്തിലെ ഒരു മുഖ്യ ആവിഷ്കാരമാണ്. കാറൽമാൻ ചരിതം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ നാടകം ഫ്രഞ്ച് ചക്രവർത്തിയായ ഷാർലമെയിൻ അഥവാ കാറൽമാൻ്റെ ധീരമായ പോരാട്ടങ്ങളെയും മതവിശ്വാസത്തോടുള്ള അടിയുറച്ച നിലപാടുകളെയും വർണ്ണിക്കുന്നുണ്ട്. മുസ്ലിം ശക്തികളുമായുള്ള യുദ്ധങ്ങൾ, യൂറോപ്പിൽ ക്രിസ്ത്യാനികളുടെ വ്യാപനം, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ പടയാളികളുടെ വീരമൃത്യു എന്നിവയെല്ലാം ഈ നാടകത്തിൻ്റെ പ്രധാന വിഷയങ്ങളാണ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അവതരണത്തിലൂടെ പ്രേക്ഷകരെ ഒരു ചരിത്ര യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭൂതിയാണ് കാറൽമാൻ ചരിതം നൽകുന്നത്. ഇത് വാളും പരിചയമേന്തി അതിശക്തമായ ചുവടുകളോടെ അവതരിപ്പിക്കുന്ന ഒരു യോദ്ധ്യാ നാടകമാണ്. കാറൽമാൻ ചരിതം കൂടാതെ മറ്റു ചില പ്രശസ്ത ചവിട്ട് നാടകങ്ങൾ ഇനി പറയുന്നതാണ്. നെപ്പോളിയൻ ചരിതം. ഫ്രഞ്ച് വിപ്ലവ നേതാവായ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവിതം, യുദ്ധങ്ങൾ, അധികാരം, തകർച്ച എന്നിവയെല്ലാം ഈ നെപ്പോളിയൻ ചരിതം വിഷയമാക്കുന്നു. സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചരിതം. ക്രിസ്തീയ വിശുദ്ധനായ സെബാസ്റ്റ്യൻ്റെ ജീവിതവും രക്തസാക്ഷിത്വവും വിവരിക്കുന്ന ഭക്തിരസപ്രധാനമായ നാടകമാണിത്. ഇനിയുമുണ്ട് സെയിൻറ്റ് ജോർജ് ചരിതം. വിശുദ്ധ ജോർജും വേളിയുമായുള്ള പോരാട്ടത്തിൻ്റെ ഐതിഹ്യം ഇത് അവതരിപ്പിക്കുന്നു. ജ്ഞാനസുന്ദരി. ഇതൊരു ഭക്തിരസപ്രധാനമായ നാടകമാണ്. ഈ നാടകങ്ങളെല്ലാം ധീരത, വിശ്വാസം, നീതി എന്നിവയെല്ലാം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. ഇനി ചവിട്ട് നാടകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഘടകത്തിലേക്ക് വരാം. വേഷവിധാനം. യൂറോപ്യൻ മധ്യകാലഘട്ടത്തിലെ രാജാക്കന്മാരുടെയും സൈനികരുടെയും വേഷങ്ങളോട് സാമ്യമുള്ള വർണ്ണാഭമായ വസ്ത്രങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓരോ കഥാപാത്ര വിഭാഗത്തിനും അതിൻ്റേതായ പ്രത്യേക വേഷങ്ങളുണ്ട്. രാജാക്കന്മാർ സാധാരണയായി തിളക്കമുള്ള കനമുള്ള വസ്ത്രങ്ങൾ, രാജകീയ കിരീടം, വാൾ, പരിച എന്നിവ ധരിക്കുന്നു. ഇവരുടെ വേഷം അധികാരത്തെയും പ്രതാപത്തെയും ധീരതയെയും വിളിച്ചോതുന്നതാണ്. അമാത്യന്മാർ അഥവാ മന്ത്രിമാർ. രാജാവിൻ്റെ വേഷത്തോട് സാമ്യമുള്ളതും എന്നാൽ രാജാവിനേക്കാൾ അല്പം ലാളിത്യമുള്ളതുമായ വസ്ത്രങ്ങളാണ് മന്ത്രിമാർ ധരിക്കുന്നത്. ഇനിയൊരു വിഭാഗമാണ് പടയാളികൾ. സൈനിക യൂണിഫോമിനോട് സാമ്യമുള്ള വേഷങ്ങൾ, തലയിൽ ശിരോവസ്ത്രം, വാൾ, പരിച എന്നിവയുണ്ടാകും. ഇവരുടെ വേഷം ആയോധനകലയ്ക്കും ചലനത്തിനും അനുയോജ്യമായ രീതിയിലുമായിരിക്കും. സ്ത്രീകൾ പുരാതന യൂറോപ്യൻ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ, അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നു. പലപ്പോഴും ഇവർക്ക് അധികം ചുവടുകൾ ഉണ്ടാകില്ല ചവിട്ട് നാടകത്തിൽ. ഇനിയൊരു വിഭാഗമാണ് വിദൂഷകൻ. സാധാരണയായി ഹാസ്യരസത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കഥാപാത്രത്തിന് വ്യത്യസ്തവും വർണ്ണാഭവുമായ വേഷങ്ങളുണ്ടായിരിക്കും. തിളക്കമുള്ള കിരീടങ്ങൾ, വലിയ കമ്മലുകൾ, മാലകൾ, വലിയ വളകൾ, കാലിൽ കട്ടിയുള്ള പാദസരങ്ങൾ എന്നിവയെല്ലാം കഥാപാത്രങ്ങൾക്ക് ഗാംഭീര്യം നൽകുന്നുണ്ട്. ഒരു കാലത്ത് തീരപ്രദേശങ്ങളിൽ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടിയിരുന്ന ചവിട്ട് നാടകം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സത്യത്തിൽ
പഴയ പ്രതാപമൊന്നും ഇന്ന് ഈ കലാരൂപത്തിനില്ല എന്നതാണ് വാസ്തവം. പുതിയ ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവ്, അവതരണത്തിലെ ബുദ്ധിമുട്ടുകൾ, കാരണം വലിയൊരു സംഘം ആളുകൾ വേണം, ശാരീരിക ക്ഷമത ആവശ്യമുണ്ട്, ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ്. പരിശീലനത്തിലും ഈ വെല്ലുവിളികൾ കടന്നു വരാറുണ്ട്. മാത്രമല്ല, കളരി രീതിയിലുള്ള പരിശീലനം നൽകാൻ കഴിവുള്ള അണ്ണാവി എന്ന് വിളിക്കുന്ന ഗുരുക്കന്മാരുടെ കുറവ് എന്നിവയെല്ലാം ഇതിൻ്റെ പ്രചാരം കുറയുവാൻ കാരണമായി. എന്നാൽ ശുഭകരമായ ചില കാഴ്ചപ്പാടുകളുമുണ്ട്. ഇപ്പോഴും ചില സംഘടനകളും വ്യക്തികളും കലാസ്നേഹികളും ഈ കലയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു. സർക്കാർ തലത്തിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയും ചവിട്ടുനാടക കളരികളും പഠന ക്യാമ്പുകളും പലപ്പോഴും നടത്താറുണ്ട്. തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും ഇതിന് ചെറിയ തോതിലെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ട്. പ്രിയരെ, ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, സമയം എന്നും സാക്ഷിയാണ്. ഓരോ കലാരൂപത്തിനും അതിൻ്റേതായ ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ചില കലകൾ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നത് അവയുടെ അന്തസ്സ് കൊണ്ടും അവയിൽ അടങ്ങിയിരിക്കുന്ന ചരിത്രപരമായ മൂല്യങ്ങൾ കൊണ്ടുമാണ്. ചവിട്ടുനാടകവും അത്തരത്തിലൊന്നാണ്. ഇത് വെറുമൊരു കലാരൂപം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ, തീരദേശ ജനതയുടെ വിശ്വാസങ്ങളുടെ, പോരാട്ടങ്ങളുടെ, വീരഗാഥകളുടെ ഒരു നേർചിത്രമാണ്. ഈ കലയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഒരുപക്ഷെ വരും തലമുറയ്ക്ക് നമ്മുടെ ചരിത്രത്തെയും പൈതൃകത്തെയും അടുത്തറിയാൻ പ്രചോദനമായേക്കാം. സമയം സാക്ഷിയിലെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.